നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ശക്തനായ ഒരു നേതാവാണ് പൂഞ്ഞാറാശാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ PC ജോർജ് സാറ്. ഓക്കെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസം നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ. അതിനെ ആശംസകളുമായിട്ട് വന്നെത്തുന്ന പുള്ളിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള കുറച്ച് ആൾക്കാരും ഒക്കെ ഇവിടെ എത്തുകയാണ്. അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഓക്കെ, ഫൈൻ. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് കേട്ടോ. അല്ല, ഞാൻ നസീറിനെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നുക. കൂട്ടത്തിൽ ആ പെങ്കുച്ചു ഈ നാദൃഷയുടെ പുതിയ പടത്തിൽ ചെറിയൊരു പാട്ട് സീരിയ ഉള്ളെങ്കിലും പൊളിച്ചു കേട്ടോ. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാ, മനസ്സിലായില്ലേ? അപ്പം ആ ഒരാളിൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കഴിഞ്ഞ മെയ് മാസം 2-ാം തീയതി നമ്മുടെ നിയമസഭാ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്, മനസ്സിലായിക്കോളും. അപ്പം ആ സമയത്ത് ഉച്ചവരെ നല്ല പ്രതീക്ഷയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ കൈവിട്ടു പോയിട്ട് 4-4:30 ഇപ്പം എൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി വരികയാണ്. അപ്പം ആ സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുതനാ എന്നെ വിളിക്കുക, ജോഷി ചങ്ങനാശ്ശേരി, അവൻ്റെ പേരിയ മറക്കുകയില്ല. അവൻ എന്നെ വിളിച്ചിട്ട് പറയുക, എൻ്റെ നാളെ എൻ്റെ ബർത്ത്ഡേയാ, അവരൊരു ആശംസ പറഞ്ഞു കൊടുക്കുക. കുറിച്ച് തെറിയ അവരെയൊക്കെ പറയണ്ട, മനസ്സിലായില്ല? ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞ മോനെ നിനക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞ് എൻ്റെ രാത്രി അയച്ചു കൊടുത്തു. കാരണം എന്നെ വിശ്വസിച്ച് വിളിച്ചവരാവൻ, മനസ്സിലായില്ലേ? ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ അല്ല ഇത്തവണത്തെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പേരോട് അത് വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ വരിക. വന്നിട്ടുള്ള ആളെന്ന് പറഞ്ഞാലേ നമ്മുടെ കേരളത്തിൻ്റെ കിഫ്ബി എന്നറിയപ്പെടുന്ന ആളാണ്, മനസ്സിലായില്ലേ? തോമസ് ഐസക്. അദ്ദേഹത്തെ ആദരവോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദരണീയനായ PC ജോർജിന് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. നമുക്ക് 14 ജില്ലകളിലായിട്ട് 140 MLA-മാരുണ്ട്. ഈ 140 MLA-മാരിൽ ഇരട്ടിയായി തോറ്റുപോയവരില്ലേ? ആ കൂട്ടത്തിൽ ആരെങ്കിലും പിന്നെ നമ്മളെ കണ്ടിട്ടുണ്ടോ? ആ കൂട്ടത്തിൽ വ്യത്യസ്തനാണ് PC ജോർജ്. എന്നും എപ്പോഴും ജനങ്ങളോടൊപ്പമുണ്ട്. ആ വലിയ മനസ്സിനെ എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട്